എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി, ഒരു സർവകലാശാല ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള മറയായി മാറുന്നത്? ഇതിനുള്ള അന്വേഷണത്തിലാണ് NIA അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം തന്നെ. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ഞെട്ടിക്കുന്ന സ്ഫോടനം, അതിൽ 8 പേർ മരിക്കുന്നു. ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിലെ ലബോറട്ടറികളാണ് ഈ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുന്നതിനായിട്ട് ഉപയോഗിച്ചത് എന്നുള്ള വെളിപ്പെടുത്തലുകളും വിവരങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇത് ഉള്ളത് തന്നെയാണോ എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. പൊതുവെ പുറത്തുള്ള വാർത്തകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോകുമ്പോൾ അകത്തുള്ള മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുമുണ്ട്. അപ്പോൾ ഈ ലബോറട്ടറികൾ സ്ഫോടക വസ്തുക്കളൊക്കെ തയ്യാറാക്കുന്നതിനായിട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. അക്കാദമിക് മേഖലയും പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകളും തമ്മിലുള്ള അസ്വസ്ഥമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ കേസിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേസിൽ പിടിയിലായിട്ടുള്ളവരും പൊട്ടിച്ചിതറിപ്പോയിട്ടുള്ളവരുമെല്ലാം തന്നെ വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, വിദ്യാഭ്യാസത്തിന്റെ ആധിക്യം കൊണ്ട് ഇത്തരത്തിലുള്ള ടെററിസത്തിലെ, അതായത് വൈറ്റ് കോളർ ടെററിസം എന്നുള്ള ഒരു ടേം തന്നെ ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ടെററിസം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കെല്ലാം ഇത്തരം കാര്യങ്ങളിൽ അറിവുണ്ടായിട്ടുണ്ടാകണം. നമ്മൾ ഈ ആട് മേയ്ക്കാൻ പോകുന്നവരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള നിലവിലുള്ള ആ ഒരു കാര്യങ്ങളിൽ മാത്രം തങ്ങി നിന്ന് പോയത് കൊണ്ടായിരിക്കാം നമ്മൾ അതിലേക്കൊന്നും ചിന്ത പോകാതിരുന്നത് പോലും. എന്തായാലും ഇത്തവണത്തെ ഈ ഒരു സ്ഫോടനത്തോടു കൂടി പുറത്തു വന്ന ഒരു കാര്യമാണ്, ഭീകരർ ഉള്ളത് അത് താഴേക്കിടയിൽ മാത്രമല്ല, അങ്ങ് ഏറ്റവും ഹൈലി സ്കോളേഴ്സ് ആയിട്ടുള്ളവർക്കിടയിലും ഈ ഭീകരവാദം തലയ്ക്ക് പിടിച്ചവരുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അക്കാദമിക് മേഖലയിലുള്ളവരും പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരരും ഒക്കെ ഉള്ള സംഘടനകളും തമ്മിലുള്ള അസ്വസ്ഥമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട 3 ഡോക്ടർമാരാണ് പിടിയിലായിട്ടുള്ളത്. നവംബർ 10-നാണ് സമീപ വർഷങ്ങളിൽ ഏറ്റവും വലിയ സ്ഫോടക വസ്തുക്കളിൽ ഒന്നായിട്ടുള്ള ഏതാണ്ട് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ, അത്യാധുനികമായിട്ടുള്ള ഡിറ്റനേറ്ററുകൾ, അസോൾട്ട് റൈഫിളുകൾ, മറ്റ് ഭീകരവാദ ഉപകരണങ്ങൾ എന്നിവയൊക്കെ പോലീസ് കണ്ടെടുക്കുന്നത്. അത് എവിടെ നിന്നാണ് കണ്ടെടുക്കുന്നത്? ഫരീദാബാദിൽ നിന്നാണ്. ഫരീദാബാദിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വാർത്ത നമ്മൾ പറഞ്ഞു പോയതാണ്. പക്ഷെ ഫരീദാബാദിലെ എവിടെ നിന്നാണ് കണ്ടെടുത്തത്, ഇതിന്റെ ഉറവിടം എവിടെ നിന്നായിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അവിടെ ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാല തീവ്രമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ഇപ്പോൾ വിധേയമാകുന്നുണ്ട്. അത് ഈ ഒരു സ്ഫോടനം നടന്നതിന് ശേഷമാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അൽ ഫലാഹ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ഡോക്ടർമാര് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന, നമ്മൾ മേൽ പറഞ്ഞിട്ടുള്ള വൈറ്റ് കോളർ ടെററിസം അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് കണ്ടെത്തിയത്. അത് അറസ്റ്റിലായത് ഡോക്ടർ മുസമിൽ ഷക്കിൽ, ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ, ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്നിവരൊക്കെ. ഈ 3 പേരും ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വത് ഉൽ ഹിന്ദ് എന്നിവയ്ക്കൊക്കെ ലോജിസ്റ്റിക്കലും പ്രവർത്തനപരമായിട്ടുള്ള പിന്തുണയൊക്കെ നൽകിയതായിട്ടാണ് പറയുന്നത്. അപ്പോൾ സുരക്ഷാ നിരീക്ഷണങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായിട്ട് ഈ സംഘം സർവകലാശാലയെ ഉപയോഗിച്ചു. അത് മാത്രമല്ല, ഇവരുടെ അക്കാദമിക് ആയിട്ടുള്ള പരിചയവും കൂടി ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്നൊക്കെ പോലീസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റി, അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി 2014-ലാണ് സ്ഥാപിതമാകുന്നത്. അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. 2015-ലെ ഈ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനിൽ, അതായത് UGCയിൽ നിന്ന് അംഗീകാരം നേടുകയും ചെയ്തിട്ടുണ്ട്. ഫരീദാബാദിലെ ദൗജിൽ 70 ഏക്കർ വിസ്തൃതിയുള്ള ക്യാമ്പസിലാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്വകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ്,
മാനേജ്മെന്റ്, കൊമേഴ്സ്, നിയമം, വിദ്യാഭ്യാസം, മാനവികത, മെഡിക്കൽ സയൻസ് എന്നിവയിലൊക്കെ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിന് കീഴിൽ 650 കിടക്കകളുള്ള ഒരു ചാരിറ്റബിൾ ആശുപത്രി കൂടി നടത്തുന്നുണ്ട്. നാക്കിന്റെ എ ഗ്രേഡ് അക്രഡിറ്റേഷൻ അവകാശപ്പെടുന്ന ഇതിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകളും ഒക്കെ ഉണ്ട്. കൂടാതെ ഇന്ത്യയിലുടനീളവും വിദേശത്തുമുള്ള വിദ്യാർത്ഥികളുമൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ താങ്ങാവുന്ന നിലയിലുള്ള ഒരു വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പ്രദാനം നൽകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രശസ്തമാണ്. പക്ഷേ അതിൻ്റെ ഫണ്ടിങ്, ഭരണപരമായിട്ടുള്ള സുതാര്യത, ഫാക്കൽറ്റികളുടെ പശ്ചാത്തലം എന്നിവയെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ സംശയം ഉണ്ടാകുന്നത്. സത്യത്തിൽ ആരാണ് ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി നടത്തുന്നത്? അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപകനായിട്ടുള്ള ചാൻസലർ ജവാദ് അഹമ്മദ് സിദ്ദിഖിയാണ് ഈ സ്ഥാപനത്തിന്റെ തലപ്പത്ത് ഉള്ളത്. വൈസ് ചാൻസലർ എന്ന് പറയുന്നത് പ്രൊഫസർ ഡോക്ടർ ഭൂപീന്ദർ കൗർ ആനന്ദാണ്. ഇദ്ദേഹം അക്കാദമിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുകയാണ്. ഡോക്ടർ മുഹമ്മദ് പർവേസ് ആണ് രജിസ്ട്രാർ ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. ആ ഫാക്കൽറ്റിയെ പറ്റി ഗുരുതരമായിട്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടും സർവകലാശാല ഇതേക്കുറിച്ച് തങ്ങളുടെ നിലപാട് എന്താണെന്നോ അല്ലെങ്കിൽ അന്വേഷണവുമായിട്ട് പരസ്യമായി സഹകരിക്കുകയോ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഔദ്യോഗിക പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുമില്ല. നിയമപാലകരുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ നിശബ്ദത എന്ന് പറയുന്നത് ആഭ്യന്തര പ്രവർത്തനങ്ങളൊക്കെ മറച്ചു വയ്ക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു ക്യാമ്പസിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് അനുഭവത്തിലുള്ളതാണ്. ഒരു ക്യാമ്പസിനെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലിഗേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചാൻസലർ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ കൃത്യമായിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദമാക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഇതുവരെയും പോയിട്ടുള്ളത്. പക്ഷെ ഇവർ ഇത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൾഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാരിറ്റബിൾ ഫണ്ടിങ് സ്രോതസ്സുകളുണ്ട്. ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പണം ഒഴുക്കാനായിട്ട് ഇവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അൽ ഫലാഹിലേക്ക് നയിച്ചത് എന്താണ്? അതായത് ജമ്മു കാശ്മീർ പോലീസും ഹരിയാന പോലീസും സംയുക്തമായി നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനിലാണ് അമോണിയം നൈട്രേറ്റ്, അസോൾട്ട് റൈഫിളുകൾ, ഡിറ്റനേറ്ററുകൾ, ടൈമറുകൾ, ബാറ്ററികൾ, റിമോട്ട് കൺട്രോൾ സർക്യൂട്ടുകൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുന്നത്. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ഏതാനും 100 മീറ്റർ അകലെയുള്ള ഡോക്ടർ സുമിൽ ഷക്കീലിന്റെ വാടക വീട്ടിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം, ഈ ശേഖരങ്ങളെല്ലാം തന്നെ കണ്ടെടുക്കുന്നത്. രാസവളങ്ങളിലൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് അമോണിയം നൈട്രേറ്റ്. വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് പോലുള്ള ഉയർന്ന തീവ്രതയുള്ള സ്ഫോടക വസ്തുക്കളിലും ഇത് ഒരു പ്രധാന ഘടകമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പിടിച്ചെടുക്കൽ എന്ന് പറയുന്നത് സർവകലാശാലയുടെ രസതന്ത്രം, അതായത് കെമിസ്ട്രിയോ അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറികളിലോ RDX ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ സമന്വയിപ്പിക്കാനോ പരീക്ഷിക്കാനോ ഒക്കെ ഉപയോഗിച്ചിരിക്കാമെന്നുള്ള ഒരു സംശയം കൂടി ഉയരുന്നുണ്ട്. ഫരീദാബാദ് പോലീസ് കമ്മീഷണർ സതേന്ദ്ര കുമാർ ഗുപ്തയുടെ അഭിപ്രായത്തിൽ ഈ പിടികൂടിയ വസ്തുക്കളുടെ വലിപ്പവും സങ്കീർണതയും വലിയ തോതിലുള്ള ഭീകരാക്രമണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ സൂചനയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിദേശ ഗൾഫ് ഫണ്ട് സാധ്യതകൾ കണ്ടെത്തുന്നതിനും ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കാദമിക അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മനഃപൂർവ്വം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതുമൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി അക്കാദമി അറിയാതെയാണോ അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യുകയായിരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ദേശീയ അന്വേഷണ ഏജൻസി, അതായത് NIA ഒരു സംഘം ഈ അന്വേഷണത്തിലേക്ക് പങ്കുചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അൽ ഫലാഹ് സർവകലാശാലയിലെ 3 മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉൾപ്പെടെ 8 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരിൽ ചിലർ ഇതൊക്കെയാണ്: 3 വർഷത്തിലേറെയായി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന കാശ്മീരി പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ മൊഡ്യൂളിലെ പ്രധാന കണ്ണിയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രണ്ടാമത്തേത് ഓപ്പറേറ്റീവുകൾക്ക്, ഇവർക്കൊക്കെ മെഡിക്കൽ പരിരക്ഷയും സുരക്ഷിതമായിട്ടുള്ള വഴികളുമൊക്കെ നൽകുക. അങ്ങനെ ആരോപിക്കപ്പെടുന്ന മറ്റൊരു ഫാക്കൽറ്റി ആയിട്ടുള്ള ഡോക്ടർ അദിൽ അഹമ്മദ് റാവത്ത്
റാത്തറാണ്. മൂന്നാമത്തേതായി ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായിട്ടുള്ള ജമാഅത്ത് ഉൽ മോമിനാത്തുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ ഷഹീൻ ഷാഹിദാണ്. ഈ റിക്രൂട്ട്മെന്റിനും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രബോധത്തിനും വേണ്ടിയിട്ടൊക്കെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ള പോലീസ് വൃത്തങ്ങളൊക്കെ പറയുന്നത് അനുസരിച്ചിട്ട് ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കളൊക്കെ റിക്രൂട്ട് ചെയ്യുകയും പ്രാദേശികമായിട്ടുള്ള ലോജിസ്റ്റിക് നെറ്റ്വർക്കുകൾക്ക് സ്ഥാപിക്കുന്നതിനും ഈ 3 പേരും അവരുടെ പ്രൊഫഷണൽ വിശ്വാസ്യത എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടുണ്ട്. എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ആശയവിനിമയങ്ങൾ ആണോ ഇത് അതിർത്തിക്ക് അപ്പുറത്തുള്ള ഹാൻഡ്ലർമാരുമായിട്ട് ഇവർ ബന്ധം പുലർത്താനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു യൂണിവേഴ്സിറ്റി കൂടി ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക്, അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് മറപിടിച്ചതായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ അത് ഭയപ്പെടേണ്ടതാണ്. കാരണം യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ സർവകലാശാലകളൊക്കെ നമ്മുടെ യുവതലമുറ പൂത്ത് നിൽക്കുന്ന ഇടമാണ്. അപ്പൊ അവിടേക്ക് മതഭ്രാന്തുമായി ചെല്ലുന്നവർ അവരെ പ്രലോഭിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ഭീതിതമായിട്ടുള്ള കാര്യമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ഇതിനെല്ലാം നമ്മൾ തടയിടേണ്ടതും അനിവാര്യമാണ്, അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.